കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവിനെ എഴുന്നള്ളിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കം തടഞ്ഞ് പ്രതിഷേധം. ആനയ്ക്ക് മതിയായ ആരോഗ്യ പരിശോധന നടത്താതെയാണ് ദേവസ്വം ബോർഡിന്റെ നീക്കമെന്നാണ് ആക്ഷേപം. വിശ്രമം വേണമെന്ന് നിർദ്ദേശിച്ച ഡോക്ടർ തന്നെ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും തൃക്കടവൂർ ക്ഷേത്രം ഭാരവാഹികൾ ആരോപിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരണ്ടകെട്ട് കാരണം വിശ്രമത്തിലാണ് തൃക്കടവൂർ ശിവരാജു. ആനയ്ക്ക് 1 മാസം വിശ്രമം വേണമെന്നായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത്. ഇതുകാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തൃക്കടവൂർ ക്ഷേത്രത്തിലെ വിളക്കിന് ആനയെ എഴുന്നള്ളിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ തിരുവനന്തപുരത്തെ ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കാനായി ആനയെ കൊണ്ടുപോകാനായിരുന്നു ദേവസ്വം ബോർഡിന്റെ നീക്കം. വിശ്രമം വേണമെന്ന് നിർദ്ദേശിച്ച ഡോക്ടർ തന്നെ ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നൽകി. എന്നാൽ മതിയായ ആരോഗ്യ പരിശോധന കൂടാതെ ആനയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന നിലപാടിലാണ് ക്ഷേത്ര ഭാരവാഹികൾ. തണ്ണിമത്തം കഴിച്ചാണ് സംഭവം ഉണ്ടായെന്നും അങ്ങനെ ഡോക്ടർ വന്ന് ഏതാണ്ട് 40ഓളം ട്രിപ്പ് ഇടുകയും ചെയ്തു. അങ്ങനെ ആന ക്ഷീണിതാവസ്ഥയിലായതുകൊണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ 8 കരകളിലും ചമയവിളക്ക് ക്ഷേത്രമുണ്ട്. അതിന് നമ്മൾ ആനയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആനയെ പുറത്ത് എഴുന്നള്ളിക്കാൻ പറ്റത്തില്ല. നിലവിൽ ആനയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത് പ്രകാരം ആനയുടെ ആരോഗ്യസ്ഥിതി മുൻനിർത്തി നമ്മളത് ഉപേക്ഷിക്കുകയും സംഘടനകളും കരക്കാരും ആനയെ വേറെ വാടകയ്ക്കെടുത്താണ് ഈ ചടങ്ങുകളൊക്കെ നടത്തിയത്. പക്ഷേ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതുകൊണ്ട് ആനയ്ക്ക് പുല്ലും വാഴയും മാത്രം കൊടുത്താൽ മതിയെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുക. അതിനനുസരിച്ചുള്ള ആഹാരം കൊടുത്തു വരികയാണ്. ഈ അവസരത്തിലാണ് ആനയെ ഇപ്പോൾ പാറശാല മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി ബോർഡ് ഓർഡറായിട്ടുള്ളത്. ആനയെ കൊണ്ടുപോകാനായി വന്ന വാഹനം ക്ഷേത്രത്തിൽ ഒത്തുകൂടിയ കരക്കാർ ഇടപെട്ട് പറഞ്ഞയച്ചു. ദേവസ്വം ബോർഡും ഡോക്ടറും തമ്മിലുള്ള ഒത്തുകളിയാണ് നടക്കുന്നതെന്നും അസുഖബാധിതനായ ആനയ്ക്ക് നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നതുമാണ് ഉയരുന്ന ആരോപണം. ആനയ്ക്ക് അസുഖമാണ്, വയറിളക്കം പിടിക്കുന്നു. ആ വയറിളക്കം പിടിച്ചതിന് ശേഷം ഡോക്ടർ അന്ന് വന്ന് പരിശോധിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ആനയെ അമ്പലത്തിനകത്ത് പോലും എഴുന്നള്ളിക്കാൻ പാടില്ല. പിന്നെ നിർബന്ധമാണെങ്കിൽ അമ്പലത്തിനകത്ത് എഴുന്നള്ളിക്കാം. ആനയെ പുറത്ത് ഒരു കാരണവശാലും ഇവിടെ 4-5 ചമയവിളക്ക് നടക്കുന്നുണ്ട്. 1.5-2 കിലോമീറ്റർ ദൂരത്തിൽ പോലും എഴുന്നള്ളിക്കരുതെന്ന് പറഞ്ഞ ആനയെ 10-ാം വർഷം കഴിഞ്ഞപ്പോൾ ഉടനെ പാറശാലയോ കോഴിക്കോട്ടോ എവിടെ വേണേ എഴുന്നള്ളിക്കാമെന്ന് അതേ ഡോക്ടറാണ് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ ആനയെ ആവശ്യമുള്ള ആ കമ്മിറ്റിക്കാര് ഇങ്ങനെ കാശ് കൊടുത്ത് മേടിച്ചായിരിക്കും. അത് വ്യാജ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ലക്ഷങ്ങൾ വിലയിട്ട് ആനയെ എഴുന്നള്ളത്തിന് ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ശരിയായ രീതിയിൽ വിശ്രമം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. വിദഗ്ധമായ ആരോഗ്യ പരിശോധന നടത്താതെ ആനയെ വിട്ടു നൽകാനാവില്ല എന്നും ആനയ്ക്ക് ആവശ്യമായ വിശ്രമം വേണമെന്നതുമാണ് ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ജനം, കൊല്ലം.